അതിൻ്റെ ഫലമായിട്ട് തന്നെ എന്താണ് സംഭവിച്ചത്? മഴ പെയ്തോ? സരിന് വോട്ട് തേടി EP സംസാരിക്കുകയാണ്. മഴ പെയ്തു, മഴയിലും തോരില്ല EP-യുടെ ആവേശം. തുടരുന്നു EP. കുട എവിടെ? കുട കൊടുക്കൂ. മഴ പെയ്തു, കുട കിട്ടി. മഴയിലും ചോരാത്ത ആവേശവുമായി EP ജയരാജൻ പാലക്കാട്ട് P സരിന് വോട്ട് നേടുകയാണ്. മൈക്കൂരി മാറ്റി. തുറന്ന വേദിയായിരുന്നു എന്ന് തോന്നുന്നു. മഴ പെയ്തതിനെ തുടർന്ന് പ്രസംഗം ഇപ്പോഴൊന്ന് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഡോക്ടർ P സരിനെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിയുടെ നയങ്ങളോട് സരിന് യോജിക്കാനായില്ല. ഇടതുപക്ഷ മനസ്സുമായി കോൺഗ്രസിനുള്ളിൽ കഴിയുകയായിരുന്നു അദ്ദേഹം എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. കോൺഗ്രസിൽ പ്രവർത്തിച്ചുകൊണ്ട് ബുദ്ധിപരമായ കഴിവുകൾ ഉപയോഗിച്ചു. അങ്ങനെ P സരിനെ പുകഴ്ത്തുകയായിരുന്നു EP ജയരാജൻ. ഒരു മഴ പെയ്തു. ആ മഴയത്ത് ഇനിയിപ്പോൾ പ്രസംഗം തുടരണോ അതോ ഇറങ്ങണോ? പാർട്ടിയുടെ തീരുമാനം എന്താണ് എന്നറിയാൻ കാത്തു നിൽക്കുകയാണ് EP ജയരാജൻ. സാനിയോ, മഴ പെയ്തല്ലോ, ഇനി തുടരുമോ അതോ പോകണോ? ഒരു ആശയക്കുഴപ്പമുണ്ടോ EP-ക്ക്? സാനിയോ മനോമി, മഴ പെയ്തല്ലോ, ഒരു തുറന്ന വേദിയാണെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ പരിപാടി തുടരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? എന്തായാലും LDF പൊതുയോഗത്തിൽ P സരിന് EP ജയരാജൻ വോട്ട് തേടി കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റേഡിയം സ്റ്റാൻഡാണ് വേദി. 5 മണിക്ക് നിശ്ചയിച്ച പൊതുയോഗമാണ്. നല്ല മഴയാണ്. മഴ മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മഴയത്ത് ഇപ്പോൾ തൽക്കാലത്തേക്കൊന്ന് പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ സരിന് വേണ്ടി വോട്ട് തേടി കഴിഞ്ഞിരിക്കുന്നു EP ജയരാജൻ. സാനിയോ, മഴ പെയ്തു, പക്ഷേ പാർട്ടി ഉദ്ദേശിച്ച ലക്ഷ്യം സാധിച്ചിരിക്കുന്നു. EP എത്തി. P സരിന് വേണ്ടി സരിന്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസംഗം അദ്ദേഹം ആദ്യ വരികളിൽ തന്നെ നടത്തി കഴിഞ്ഞില്ലേ? ആദ്യ വരികളിൽ തന്നെ EP അതാണ് സംസാരിച്ചത്. സരിന്റെ ഗുണങ്ങളും കാര്യങ്ങളും, സരിൻ എത്രമാത്രം ജനകീയനാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ അപ്പോഴേക്കും ശക്തമായ മഴ, പെരുമഴയാണ്. സമീപ ദിവസങ്ങളിലൊന്നും പാലക്കാട് ഇത്ര വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സംഘാടകർ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും നടത്തിയിരുന്നില്ല. തുറന്ന സ്റ്റേജ് ആയിരുന്നു. വേദിയും സദസ്സും ഒക്കെ തുറന്ന രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യാതൊരു മഴ ലക്ഷണങ്ങളും ഇല്ലാതിരുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ സംഘാടകർ മറ്റ് ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ചില ടാർപ്പായികൾ മാത്രമേ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഏതായാലും കൂടുതലൊന്നും ചെയ്യാനുള്ള ഒരു വഴിയുമില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മഴ പെയ്തപ്പോൾ EP-ക്ക് കുട കൊടുത്തു. പക്ഷെ പിന്നീട് മഴ ശക്തമാവുകയായിരുന്നു. EP-യുടെ വണ്ടി വന്ന് അദ്ദേഹം ഇപ്പോൾ വണ്ടിയിൽ കയറി ഇരിക്കുകയാണ്. മഴ മാറുകയാണെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കും. ശരി, മഴ മാറുമോ എന്ന് നോക്കൂ സാനിയോ. മഴ മാറി EP വീണ്ടും കൂടുതൽ കാര്യങ്ങൾ. മഴയിലൊന്നും ചോരുന്ന ആവേശമല്ല EP-ക്കുള്ളത് എന്നത് ഈ കാലഘട്ടങ്ങളിൽ 19 വർഷമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. മഴയത്തൊന്ന് നിർത്തിവെച്ചു. പക്ഷേ പൊതുയോഗത്തിൽ പറഞ്ഞത് P സരിനെ കുറിച്ച്, സരിൻ എന്ന സ്ഥാനാർത്ഥിയുടെ മികവിനെ കുറിച്ചാണ്. നമ്മുടെ ഒരു വാർത്താ പകൽ ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു.